ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഞങ്ങൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. വെക്കേഷനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു. വളരെ ഹാപ്പിയായി. നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഒരു സ്പെഷ്യൽ സാധനം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടെ ഒരു ചക്ക. അപ്പോൾ ആ ചക്ക വെച്ചിട്ട് പഴുത്ത ചക്കയായിരുന്നു. അപ്പം പഴുത്ത ചക്ക ഞങ്ങളിവിടെ എല്ലാവരും കഴിച്ചു, ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ചക്കക്കുരു കൊണ്ട് ഒരു മെഴുക്കുവരട്ടിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി. ചക്കക്കുരു എന്ന് പറഞ്ഞാൽ എനിക്കും ചേട്ടനും ഒക്കെ ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ളൊരു കാര്യമാണ്. കാരണം ഞങ്ങൾ പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഇതുപോലെ സമ്മർ വെക്കേഷന് നാട്ടിലോട്ട് വരും, കോട്ടയത്തും തിരുവനന്തപുരത്തും ഒക്കെ. അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും അവിടെ ഇതുപോലെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാകും. അപ്പോൾ ആ ചക്കക്കുരു മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് ചക്കക്കുരു. അപ്പോൾ എല്ലാവരും എന്തായാലും റെസിപ്പിയൊക്കെ നോക്കി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഉണങ്ങിയിട്ട്, ചക്കക്കുരു ഒന്ന് ഉണങ്ങിയിട്ട് അത് ചുരണ്ടി എടുക്കുന്നതായിരിക്കും അത് ക്ലീൻ ചെയ്യാൻ എളുപ്പം. പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ തൊലി കളയത്തില്ല, അതിലാണ് വൈറ്റമിൻസ് ഒക്കെ ഉള്ളത് എന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഞാൻ ആ പഴയ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് തൊലി കളഞ്ഞത്. അപ്പം പുറത്ത് മോളും ഇരുന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചുരണ്ടി ക്ലീൻ ചെയ്തിട്ട് ലെങ്ത് വൈസ് 4 കീറി മുറിക്കണം. പീസസ് ആക്കിയ ചക്കക്കുരുവിനെ ഒരു 2 പ്രാവശ്യം നല്ലപോലെ വെള്ളം ഒഴിച്ച് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു ചട്ടിയിലിട്ട് വേവിക്കാം. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സോസ് പാൻ എടുക്കാവുന്നതാണ്. അതിലോട്ട് ഈ ചക്കക്കുരുവൊക്കെ ഇട്ടിട്ട് നമുക്കതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഈ മെഴുക്കുവരട്ടിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ആഡ് ചെയ്യുന്ന തേങ്ങാക്കൊത്താണ്. അപ്പോൾ നല്ല തേങ്ങാക്കൊത്ത് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ച് കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, അരിഞ്ഞ് അതിൽ ചേർക്കാം. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 കപ്പ് വെള്ളം. അതായത് ആ ചക്കക്കുരു നമ്മൾ എടുത്തിരിക്കുന്നത് ഫുൾ മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള അത്രയും വെള്ളം. പിന്നെ 1 സ്പൂൺ ഉപ്പ്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ എരിവനുസരിച്ചിട്ട് മുളക് പൊടി. ഞാനിവിടെ 1 ടീസ്പൂണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെഴുക്ക് വരട്ടാൻ നേരത്ത് കുറച്ച് മുളക് പൊടി, കശ്മീരി ചില്ലി ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇപ്പം തൽക്കാലം 1 സ്പൂൺ മാത്രമേ ആഡ് ചെയ്യുന്നു. ഇത് എരിവുള്ള മുളകാണ് ആഡ് ചെയ്തത്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കും. ആദ്യം വേവിക്കാൻ നേരത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. അതിനുശേഷം നമുക്ക് പിന്നീട് കുറയ്ക്കാവുന്നതാണ്. ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഉണ്ടാകും. നല്ലപോലെ തിളച്ചു. ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇതെല്ലാം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. മൺചട്ടിയാണ്, അപ്പോൾ ചൂട് നന്നായിട്ട് പിടിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിതുപോലെ ഇളക്കി കൊടുക്കണം. ഇതൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ചക്കക്കുരു നല്ലപോലെ കുക്കായി ഇതുപോലെ ഫുൾ വെള്ളം വറ്റിയിട്ടുണ്ട്. ചക്കക്കുരു എല്ലാം നന്നായിട്ട് കുക്കായിട്ടുമുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ബാക്കി ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ മൺചട്ടി ആയത് കാരണം അതങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇനി മെഴുക്ക് പുരട്ടാനായിട്ട് നമുക്കൊരു പാൻ അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ടൊരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ കഴിയുന്നതും യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലോട്ട് ഈ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്യാം. ഞാനൊരു 4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഒരു 4-5 അല്ലി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ചതച്ചത് ഇതിലോട്ട് ആഡ് ചെയ്ത് ഈ വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ വഴറ്റാം. ശ്രദ്ധിക്കുക, എപ്പോഴും ഉള്ളി നല്ലപോലെ വഴന്നതിന് ശേഷം മാത്രമേ, മെഴുക്ക് പുരട്ടാൻ നേരത്ത് നല്ലപോലെ വഴന്നതിന് ശേഷം മാത്രമേ ബാക്കി കുക്ക് ചെയ്ത് വെച്ച വെജിറ്റബിൾ എന്താണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഈ ഉള്ളിക്ക് വേണ്ടുന്ന കുറച്ച് ഉപ്പും
ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലിയാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ എരിവെള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കുക്ക് ചെയ്യാൻ നേരത്ത്. സോ ഇപ്പം ഞാൻ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തത്. ഇതെല്ലാം കൂടെ നല്ലപോലെ വഴച്ചണം. ഈ ഉള്ളിയുടെ പച്ച മണവും പച്ച ചൊവയൊക്കെ ഒന്ന് മാറണം. അതുവരെ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്യാം. എന്നിട്ട് ഇത് ഓൾമോസ്റ്റ് നല്ലപോലെ സോട്ടായി കഴിയുമ്പോഴത്തേക്കും ഇതിലോട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ചക്കക്കുരു ആഡ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കണം. എണ്ണയും ഉള്ളിയും ഒക്കെ എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് ഇളക്കണം. അതിനുവേണ്ടി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കാം. ഇളക്കാൻ നേരത്ത് ഈ ഉള്ളിയും എണ്ണയും ഒക്കെ ചക്കക്കുരുവിൽ നല്ലപോലെ ആകുന്ന രീതിയിൽ ഇളക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ സ്പൂൺ വെച്ച് ഇളക്കാം, ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ടോസ് ചെയ്താലും മതി. അപ്പോൾ നല്ലപോലെ എല്ലാം നല്ലതായിട്ട് മിക്സ് ആവും. ഉള്ളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ചക്കക്കുരു ആഡ് ചെയ്തത് കൊണ്ട് അധികം നേരം ഇങ്ങനെ വഴറ്റേണ്ട കാര്യമില്ല. ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു 5 മിനിറ്റ് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചക്കക്കുരു മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.